ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഞാനിതൊരു കുറച്ചൊരു ലൈറ്റർ വേർഷനായിട്ടാണ് ഉണ്ടാക്കിയേക്കണേ. അതായത് ക്രീമൊന്നും ചേർക്കാണ്ട് ബട്ടറും കുറച്ച് യൂസ് ചെയ്താണ് ഉണ്ടാക്കിയേക്കണേ. പക്ഷേ ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ് ആയിട്ടില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് ആദ്യം നമുക്കിതിലേക്ക് ഒരു പേസ്റ്റ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാനിൽ 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് ഒരു സവാള അരിഞ്ഞതാണ് ഞാനിവിടെ ചേർക്കണത്. അതോടൊപ്പം ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് ഓവർ പവർ ആവാൻ പാടില്ല, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇതെല്ലാം കൂടി ഒരു 5 മിനിറ്റിലേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള നല്ലോണം ഒന്ന് ബ്രൗൺ ആവണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറണം. അടുത്തത് നമ്മൾ ചേർക്കാൻ പോണത് കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ്. ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാഷ്യൂ ചേർക്കണേ. കാഷ്യൂ നട്ട്സിന് പകരം നിങ്ങൾക്ക് തൊലി കളഞ്ഞ ബാദാമും ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നല്ലോണം നമുക്ക് ഒരു 5 to 6 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ട് സോട്ടേ ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ്സ് ആയി. അടുത്തത് നമ്മൾ ചേർക്കാൻ പോണത് 2 തക്കാളിയാണ്. ഈ ഗ്രേവിക്ക് സവാളയേക്കാളും കൂടുതൽ തക്കാളി വേണം, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത് വേവാനായിട്ടുള്ള ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലോണം ഇളക്കി നമുക്കിത് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു 5-6 മിനിറ്റ്സ് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. നമുക്ക് തക്കാളി നല്ലോണം മാഷായി കിട്ടണം. ഇപ്പോൾ ഒരു 6 മിനിറ്റ്സ് ആയി. മീഡിയം ഫ്ലെയിമിൽ ഇത് നല്ലോണം വേവണു. തക്കാളി നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം ആറിയതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ട് നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാൻ കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും മിക്സ് ചെയ്തേക്കുകയാണ് ഇവിടെ. ബട്ടർ നിങ്ങൾക്ക് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രം ചേർത്താൽ മതി. അടുത്തത് നമ്മൾ സ്പൈസസ് ആണ് ചേർക്കാൻ പോണത്. അതുകൊണ്ട് സ്റ്റൗ നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ സ്റ്റെപ്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പൊടികളും മസാലയൊക്കെ കരിഞ്ഞു പോവും. നമ്മൾ ആദ്യം ചേർക്കണത് കുറച്ച് ജീരകം, ഒരു കറുവാപ്പട്ട, ഒരു ബേ ലീഫ്. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. പൊടികൾ ആദ്യം ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗ്രേവിക്ക് നല്ലൊരു കളർ കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ പൊടികൾ ആദ്യം തന്നെ ചേർക്കുന്നത്. അടുത്തത് നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി സവാള പേസ്റ്റ് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഹോൾ പ്രിപ്പറേഷൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യണത്. ഈ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും സ്റ്റവ് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഞാൻ അടുത്തത് ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ചേർക്കാൻ പോണത്. ഞാൻ ആ കൂടി 1/2 കപ്പ് വെള്ളമേ ചേർക്കണുള്ളൂ. ഞാൻ കുറച്ചൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അതിന് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാൻ അടുത്തത് ഇതിലേക്ക് ചേർക്കാൻ പോണത് 1/2 കപ്പ് പാലാണ്. ക്രീമിന് പകരമാണ് ഞാനിവിടെ പാല് ചേർക്കണത്. നിങ്ങൾക്ക് ക്രീമാണ് ചേർക്കാൻ പ്രിഫർ ചെയ്യണമെങ്കിൽ ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവസാനം മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ പാലാണ് ചേർക്കണോണ്ടാണ് ഇപ്പം ആദ്യമേ ചേർക്കണത്.
പാലും പച്ച പാലല്ല, ഒന്ന് തിളപ്പിച്ച പാലാണ്. ഞാൻ ഇന്നിവിടെ ആൽമണ്ട് മിൽക്കാണ് ചേർത്തേക്കണത്. ഞങ്ങളിവിടെ പശുമ്പാൽ അത്ര അധികം കൺസ്യൂം ചെയ്യാറില്ല. അപ്പോൾ നിങ്ങളുടെ പ്രെഫറൻസ് മാതിരി ആൽമണ്ട് മിൽക്കോ സോയ മിൽക്കോ ഇതിൽ ചേർക്കാവുന്നതാണ്. ടേസ്റ്റിനൊരു വ്യത്യാസവും വരില്ല. പശുമ്പാലും ചേർക്കാം. ഏത് പാലാണെങ്കിലും ഒന്നൊന്ന് ചൂടാക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഒരു കാര്യം വിട്ടുപോയി, ഏത് മിൽക്ക് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കോക്കനട്ട് മിൽക്ക് ഈ റെസിപ്പിക്ക് മാച്ച് ആവില്ല. അപ്പോൾ നമ്മളുടെ തേങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരും. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് അത് ശരിയാവില്ല. അപ്പോൾ കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് ആൽമണ്ട് മിൽക്ക് അല്ലെങ്കിൽ സോയ മിൽക്ക് അല്ലെങ്കിൽ പശുവും പാല് ഏതാ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചേർക്കാം. അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്തത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. പനീർ ബട്ടർ മസാല നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിന് ഇത്തിരി ഒരു മധുരമുണ്ട്. അപ്പോൾ ആ മധുരത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ പഞ്ചസാര ചേർക്കണേ. പഞ്ചസാര ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്കിതൊരു 2 മിനിറ്റ് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് പനീറാണ്. ഞാനിവിടെ ഫ്രോസൺ പനീറാണ് യൂസ് ചെയ്യണേ. നിങ്ങളുടെ കയ്യിൽ ഏത് പനീറാണോ ഉള്ളത് നിങ്ങൾക്ക് അത് ചേർക്കാവുന്നതാണ്. പനീർ ചേർത്ത് വീണ്ടും ഒരു 5 മിനിറ്റ്സ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യാം. അപ്പോഴേ നമുക്ക് പനീർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മുടെ ഗ്രേവി ഇപ്പോൾ റെഡിയായി. ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ ചേർക്കാൻ പോണത് കുറച്ച് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡ്രൈഡ് ഫെനുഗ്രീക്ക് ലീവ്സ്. കസൂരി മേത്തി കുറച്ചെടുത്ത് നല്ലോണം 2 കൈയിലും ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. അപ്പോഴാണ് പനീർ ബട്ടർ മസാലയുടെ ഫുൾ ഒരു ടേസ്റ്റ് വരിക. ഞാൻ അവസാനമായിട്ട് കുറച്ച് ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പനീർ ബട്ടർ മസാല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടർ ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മളുടെ ഗ്രേവി ഫുൾ റെഡിയായി. ഇപ്പം നോക്കൂ, നമുക്ക് ഓൾമോസ്റ്റ് റെസ്റ്റോറൻറ്റിൽ കിട്ടണ അതേ ഒരു കൺസിസ്റ്റൻസിയും കളറും ഒക്കെയാണ് ഈ ഗ്രേവിക്ക്. ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ക്രീം ചേർത്തിട്ടില്ല, അതിന് പകരമാണ് ഞാൻ പാലൊഴിച്ചേക്കണത്. അപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. ഓൾസോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.